2023 ജൂണിൽ കേരള സർക്കാരിൻ്റെ മൺസൂൺ ബമ്പർ അടിച്ചത് പരപ്പനങ്ങാടിയിലെ ഹരിതകർമ്മസേനയിലെ 11 പേർക്കാണ്. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ആ ഒരു സമ്മാനം കൊണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവരിപ്പോഴും അവർ മുമ്പ് ചെയ്ത അതേ ജോലിയിൽ തന്നെ തുടരുന്നുണ്ട്. 2 വർഷങ്ങൾക്കിപ്പുറം ഒരു ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പിന് കാത്തിരിക്കുമ്പോൾ അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വില്ലേജ് അന്ന് 11 പേര് ചേർന്ന് ലോട്ടറി ടിക്കറ്റ് എടുത്തു. ആദ്യത്തെ 1ാം സമ്മാനം തന്നെ കിട്ടി. പിന്നെ എങ്ങനെയാണ് ജീവിതം മാറി മറിഞ്ഞു? ജീവിതം മാറിയാണ് എന്ന് വെച്ചാൽ നമ്മളെ കടങ്ങളൊക്കെ വീട്ടി നല്ല ഒരു ഇതിലായി നിന്നത്. ഇപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോയി എല്ലാ സഹകരണങ്ങളും അവർ ചെയ്തിരുന്നു. ഈ ലോട്ടറി അടിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയോ? പ്രശ്നം നമുക്ക് കടല്ലേ വലുത്, അത് വീട്ടി കടങ്ങളൊക്കെ വീട്ടി. ജോലി തുടർന്നു? ജോലി അന്ന് തൊട്ടുന്ന വരെയും തുടർന്നുകൊണ്ട്. എന്താണ് ചേച്ചിയുടെ അനുഭവം? ലോട്ടറി അടിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടായത്? സന്തോഷമുണ്ടായി, കടങ്ങളൊക്കെ തീർത്തു. പിന്നെ സമ്പാദ്യമായിട്ട് കുറഞ്ഞ് ചെറിയൊരു സംഖ്യയൊക്കെ ഇടാനായി ഈ ലോട്ടറി അടിച്ചോ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സമ്പാദ്യം ഇടാൻ കഴിയുന്നുള്ളൊരു ഇതിലായിരുന്നു. അത് ഇതിനാലെ നമുക്ക് എന്തെങ്കിലും ചില്ലറ ആവശ്യങ്ങൾക്ക് പലിശ എടുത്ത് കഴിയാലോ. കടങ്ങളില്ലാതെ കിടന്നുറങ്ങാം. അതെ, വീട് പണിയൊക്കെ വീട് പണി കഴിഞ്ഞതാണ്. എന്താണ് ചേച്ചിയുടെ അനുഭവം? എന്താ ചേച്ചി ലോട്ടറി അടിച്ച് കടങ്ങളൊക്കെ വീട്ടി, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ വീട്ടി. പിന്നെ കുറച്ചൊക്കെ സമ്പാദ്യം. എങ്ങനെയാണ് ചേച്ചിയുടെ അവസ്ഥ? എന്തായിരുന്നു? ചേച്ചി കടം വീടി, പിന്നെ ഒരു മോൻ്റെ കല്യാണം കഴിഞ്ഞ്, ഇനിയിപ്പോൾ അടുത്ത മോൻ്റെ കല്യാണം ഉണ്ട്. അങ്ങനെയൊക്കെ ജോലി തുടരാൻ തന്നെ തീരുമാനിക്കാൻ കാരണം? ജോലി തുടരാൻ അത് ഒഴിവാക്കൂല. അതിന് അതവിടെ ഉണ്ട് വെച്ചിട്ട് ഇതിപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ എടുത്തു പോയാൽ കഴിയാനല്ലേ ഉള്ളൂ. ഇത് നമുക്ക് ദിവസം ഉണ്ടാവണതന്നല്ല. ഇതുകൊണ്ടാണ് നമ്മളെ ചില്ലറ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വയ്ക്കുന്നവരെ വരും. നീക്കിരിപ്പൊക്കെ ഉണ്ടായോ? അതുകൊണ്ട് നീക്കിരിപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മേലാലേക്ക് വെച്ചിട്ട് കുറച്ച് കരുതിയിട്ടുണ്ട്. ബാക്കി കടം വീട്ടി, മോൻ കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ തന്നെ കടങ്ങളൊക്കെ വീട്ടി സ്വസ്ഥായിക്കാണ്. ഇപ്പോൾ ഇനി വീടെടുക്കാണ്ട്, വീട് വെച്ചിട്ടില്ല. നീക്കിരിപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ലോൺ എടുക്കാതെ വീട് വെക്കാൻ പറ്റുമോ? ലോൺ എടുക്കാതെ വീട് വെക്കാൻ പറ്റുമോ? പറ്റുമോന്ന് ഇപ്പം അതിൽ തുടക്കട്ടാലേ അറിയുള്ളൂ. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? സുഖം തന്നെ. ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നല്ലോ അന്ന് സമ്മാനം അടിച്ച്. ഓർമ്മ ഉണ്ട് അന്ന് പറഞ്ഞതൊക്കെ. എന്താണ് എന്നിട്ട് തോന്നുന്നത്? ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പണിക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്. മക്കൾ എന്തിനാ പണിക്ക് പോകണമെന്നൊക്കെ ചോദിച്ചോ മക്കളൊക്കെ ലോട്ടറി അടിച്ചിട്ടും? ലോട്ടറി അടിച്ച് ചോദിക്കണ്ട്. നമ്മളിപ്പോൾ അത് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാതെ പറ്റൂല. അവനാണ് വയ്യാത്ത സമയം വരെ ഇവിടെ വന്നു. ഇല്ല, കുറച്ച് നീക്കി വെച്ചിന്. മക്കൾക്കൊക്കെ ഒരു മൂത്ത മോക്കും രണ്ടാമത്തെ മോക്കൊക്കെ 3 ലക്ഷം കൊടുത്ത്. പിന്നെ വീടൊക്കെ ഒന്ന് കുളൂസാക്കിയാണ്. വീട് ആദ്യം വാർപ്പാണ്, പിന്നെ വീടൊന്ന് കുളൂസാക്കി പെയിന്റ് അടിച്ച് കുറച്ച് അവിടെ മാറ്റിയും വെച്ച്. ഞങ്ങൾ എല്ലാ കൊല്ലം എടുക്കലുണ്ട്. ഈ ഓണം ബമ്പറൊക്കെ എടുത്തിട്ടുണ്ട് തവണത്തെ? എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴയ 11 പേരെയാണോ അതോ വേറെ ആൾക്കാരും കൂടി ഉണ്ട്? ഇവിടെ ആരാ ഉള്ളത് ആ സമയത്ത്? ഈ അന്ന് 10 കോടി അടിച്ചിട്ട് എത്ര റുപ്യ കിട്ടിയത് ഓരോരുത്തർക്ക്? ഞങ്ങൾക്ക് 63 കിട്ടി. 63 ലക്ഷം കിട്ടി. അതിൽ ഞങ്ങൾ പിന്നെ അടച്ച് 4 ലക്ഷത്തി സംതിങ് പിന്നെ അടച്ച്. ഞങ്ങൾ 6 കോടി എല്ലാവരും കൂടി വീതിച്ചെടുത്തു അല്ലേ? പിന്നെ അതിന്റെ ടാക്സ് പോയോ? ടാക്സ് 4 ലക്ഷത്തി സംതിങ് പോയി. പിന്നെയും വീണ്ടും പോയി. ഒരു തവണ എല്ലാ ടാക്സ് പോളൂ അല്ലേ? അറിയില്ല, ഇനിയും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ റിട്ടേൺ ഫയലൊക്കെ അയച്ചിട്ടുണ്ട്. വരാഞ്ഞാൽ നന്നായി. വന്നിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി ഒന്നും ഇല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വിറ്റിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അല്ല. അപ്പം ഞങ്ങൾ ഒരു പ്രയോജനമില്ല. എന്താണ് ഇപ്പം ആരൊക്കെ വേറെ അടിച്ചത്? ചേച്ചി എങ്ങനെയായിരുന്നു എന്നിട്ട് ലോട്ടറി അടിച്ചതിന് ശേഷമുള്ളൊരു ജീവിതത്തിൻ്റെ? സുഖമായിട്ട് പോണു, കുഴപ്പമൊന്നുമില്ല. കടമൊക്കെ വീടിയോ? കടമൊക്കെ വീടി സന്തോഷമായിട്ട് പോകും. വീട് പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നീക്കിരിപ്പുണ്ടോ അതോ? നീക്കിരിപ്പില്ല, സ്ഥലമൊക്കെ വാങ്ങി. എന്നാലും കടമില്ലാതെ ജീവിക്കാം. കടമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാം. ഇപ്പം നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഇന്നിപ്പോൾ ബമ്പറിൻ്റെ നറുക്കെടുപ്പാണല്ലോ, ലോട്ടറി അടിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ്? നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ കാര്യം? നിങ്ങളൊക്കെ ഇത് അടിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ഇത്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്, ആർക്കും അടിക്കാമെന്ന് അറിയില്ല. എന്നാൽ പോലും അടിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്താണ്? നമുക്ക് അടിച്ച പൈസ മുഴുവൻ തരണില്ലല്ലോ, പിന്നെ എന്തിനപ്പോൾ എടുത്തിട്ടെന്ന് വിചാരിക്കും. ഞങ്ങൾ എത്ര പോരം കഷ്ടപ്പെട്ട് എടുത്ത് ലോകം മുഴുവൻ നടന്ന് ഞങ്ങളെ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഞങ്ങളെ കണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ എത്ര 63 പോയി കഴിഞ്ഞു. 59 ആകെ കിട്ടി. ആകെ കിട്ടിയേ ഞങ്ങൾക്ക്.
പിന്നെ ഇപ്പം എന്താ ചെയ്യുക? എന്നാൽ ഈ കിട്ടിയ പൈസ എന്താണ്, എങ്ങനെയാണ് ബുദ്ധിപൂർവ്വം ചിലവാക്കണം, അങ്ങനെ എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ബുദ്ധിപൂർവ്വം നമുക്ക് അത്യാവശ്യം സ്ഥലം മേടിക്കണം, എന്തെങ്കിലും നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ നടത്തണം. പിന്നെ കണ്ടമാനം അവിടെയും ഇവിടെയും ഞങ്ങൾ ആരും കളഞ്ഞിട്ടില്ല, എല്ലാവരും ഓരോരോ കാര്യത്തിൽക്കാർ നിർത്തിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിട്ടാ ഞങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല ട്രോളിങ് ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. എന്താണ് രാധേച്ചി ഈ ലോട്ടറി അടിക്കാൻ പോകുന്നവരോട് എന്താ ലോട്ടറി അടിച്ച ആള് നിലയ്ക്ക് പറയാനുള്ളത്? ലോട്ടറി അടിച്ച ആൾക്കാരെ കുറേ ഇത് കേൾക്കേണ്ടി വരും, പൈസക്കാരാണ് അങ്ങനൊക്കെയുള്ള കുറേ ഇത് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ആ ഒരു ഇതുണ്ട് എപ്പോഴെപ്പോഴും. ഒരു പൈസക്കാരാണ്, അവർക്ക് പൈസക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും വരെ അറിയില്ല പറയുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് ഒരു നിലയിലെത്താത്രേ ഉള്ളൂ. കിട്ടിയത് മുഴുവൻ ചിലവായി കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യം. അത് പിന്നെ നമുക്ക് ഫലം ചെയ്യൂല. ആൾക്കാരൊക്കെ കടം ചോദിച്ചു വരായിരുന്നു. കടൊക്കെ ചോദിക്കും, കടൊക്കെ എന്നും ചോദിക്കും. കിട്ടിയില്ല തന്നില്ല എന്നുള്ള വർത്താനാണ്. വെറുതെ കിട്ടിയതല്ലേ തന്നാ എന്താ എന്ന് ചോദിക്കും. നമുക്ക് കിട്ടിയത് നമ്മളെ ആവശ്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കഴിയണതൊക്കെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കൊടുക്കാന്നല്ല, കൂടുതലും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് എന്താ ഉണ്ടാവുക. അങ്ങനെ ഉണ്ട്. ചിലവർ 50 പൈസ തരുന്നവരുണ്ടായിരുന്നു, 25 പൈസ തരുന്നത്, അങ്ങനെയൊക്കെ ചെറിയ ചില്ലറകളൊക്കെ എല്ലാവരും കൊടുത്തിരിക്കണ്. നിങ്ങളെ പൈസ അല്ലല്ലോ, സർക്കാർ കിട്ടുന്ന പൈസ അല്ലേ, നിങ്ങളെ അധ്വാനിച്ച പൈസ അല്ലല്ലോ. ഓരോരുത്തർക്ക് എത്ര പൈസ വീതിച്ചെടുക്കാൻ പറ്റിയിരുന്നു? ഞങ്ങൾക്ക് 63 ലക്ഷം ഓരോരുത്തർക്ക്. 3 കിട്ടിയിട്ട് 4 കടന്ന് അടിച്ചില്ല, അപ്പോൾ 59 ലക്ഷം ഓരോരുത്തർ കയ്യിൽ. പിന്നെ അടച്ച് പിന്നെ ഇനിയിപ്പോൾ ടാക്സി ഒന്നും ഇല്ലയെന്നാണ് പറയണത്. ഇപ്പോൾ ഒരു ഇത് വന്നീന്, ഫോണിൽ മെസ്സേജ് വന്നീന്. അപ്പോൾ ഞങ്ങൾ അടയ്ക്കാനുള്ളതാണോ ചുറ്റും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ അടച്ചതിൻ്റെ ഇത് അയച്ചതാണ് കൊല്ലത്തെ. എന്താണെങ്കിലും ഈ ലോട്ടറി അടിച്ചിട്ടും നിങ്ങൾ ഈ ജോലി തുടരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും അതേ വാക്കിൽ ഉറച്ചു ജോലി തുടരുന്നു. പൈസ തന്നെ ഓരോരുത്തരും അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ആ ലോട്ടറി എടുത്തത്. ഒരു വ്യക്തിയാണെങ്കിലും 500 രൂപയാണെങ്കിലും അവൻ അധ്വാനിച്ചിട്ടാണ് ഈ പൈസ കിട്ടിയിട്ടാണ് ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ ഇങ്ങനെ ലാവിഷായി ചിലവാക്കാതെ നല്ലതിൽ ബുദ്ധിപൂർവ്വം ചിലവാക്കണം എന്നാണ് ഈ ലോട്ടറി ഇനി അടിക്കാനുള്ളവരോടും പറയുന്നത്. അതാണ് പരപ്പനങ്ങാടിയിലെ നമ്മുടെ ചേച്ചിമാർക്ക് പങ്കുവെക്കാനുള്ളത്. ലോട്ടറി അടിച്ചാലും ആ പണം ചിലവഴിക്കുന്നതിൽ ശ്രദ്ധ വേണം, അതല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണെങ്കിലും അവരെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.